നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത്. കവിതയുടെ പേര് കാനനപാത എന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏത് ജാതിയായിരുന്നാലും ഏത് മതസ്ഥരായിരുന്നാലും ശരി, ശബരിമല കാനനപാതയിലൂടെ ഒന്ന് നടന്നു നീങ്ങണം. സൗന്ദര്യത്തിൻ്റെ അവാച്യമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും നമ്മളെ തേടിയെത്തുക. എരുമേലി വഴിയുള്ള 14-15 കിലോമീറ്ററോളം 20 കിലോമീറ്ററോളം ദൂരം ഒന്ന് നടക്കുക. വനത്തിനുള്ളിലൂടെ കുണ്ടും കുഴിയും നിറയെ വൃക്ഷങ്ങളും മൃഗങ്ങളും, അങ്ങനൊരു പ്രത്യേക ലോകം ആണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ മനസ്സിനെ കുളിരേകുന്ന കൊച്ചു കൊച്ചു അരുവികൾ, തിങ്ങി നിറഞ്ഞ വൃക്ഷങ്ങൾ, നിബിഡമായ വനത്തിൽ നമ്മൾ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അവാച്യമായൊരു അനുഭൂതിയുണ്ട്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഞാനൊരു 8 തവണ എരുമേലി വഴി ശബരിമലയിൽ പോയിട്ടുണ്ട്. പുൽമേട് വഴി പോയിട്ടില്ല, നീലിമല വഴിയും പോയിട്ടുണ്ട്. പക്ഷേ ഓരോ ഭാഗത്തൂടെ നമ്മൾ പോകുമ്പോഴും നമുക്കുണ്ടാകുന്ന സൗന്ദര്യബോധം നമ്മളെ മതിക്കുക തന്നെ ചെയ്യും. ആര് എന്ത് പറഞ്ഞാലും ശരി, അത്ര സൗന്ദര്യമാണ്. പമ്പയാർ ഒഴുകിപ്പോകുന്ന ആ അരുവി, ആ ആറിൽ നമ്മളൊന്ന് മുങ്ങി നിവർന്നാൽ മതി, ചെയ്ത പാവങ്ങളൊക്കെ തീരും എന്ന് നമുക്ക് സ്വയമേ ഒരു ബോധമുണ്ടാവും. ആ തെളിനീരിൽ നമ്മൾ മുങ്ങി നിവരുമ്പോൾ അവിടുന്ന് നമ്മൾ നീലിമലയും അപ്പാച്ചിമേടും എല്ലാം കടന്ന് സന്നിധാനത്തെത്തി ഭഗവാനെ വണങ്ങുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒന്ന് കണ്ട് ഒരു മിന്നൽ പിണർ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നു. അവിടുത്തെ മനുഷ്യ മനസ്സുകൾ, അവിടെ എത്തുന്ന മനുഷ്യ മനസ്സുകൾ എത്ര സന്തോഷപ്രദമാണെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ, അവരുടെ നാവിൽ ഒരേ മന്ത്രമുള്ളൂ, സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ ഞാൻ ഭക്തിയെക്കുറിച്ചിട്ടില്ല പറയുന്നത്, പക്ഷേ ആ കാനനവാസം, ആ കാനനത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കുന്ന അനുഭൂതി, ഉണ്ടാക്കുന്ന കുളിർമ, ഉണ്ടാക്കുന്ന സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ അനുഭവിച്ചറിയണം ഓരോ വ്യക്തിയും. ഏകദേശം 10-16 മലകൾ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ ദർശനം നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി കാനനവാസൻ്റെ ആസ്ഥാന ഭൂവായ ശബരിമലയിൽ നമ്മളൊരു 2 ദിവസം തങ്ങി കൊച്ചു മാടങ്ങളുണ്ടാക്കി അതിൽ കഞ്ഞിയും കറിയുമൊക്കെ വെച്ച് കഴിച്ച് അവിടുത്തെ അരുവിയിൽ കുളിച്ച് കാനന ഭംഗി ആസ്വദിച്ച് നമ്മൾ മടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, നമുക്കുണ്ടാകുന്ന തോന്നലുകൾ, നമുക്കുണ്ടാകുന്ന വികാരം ഭക്തിയുടേത് മാത്രമല്ല, ജീവിതം ഒന്ന് പൂർത്തീകരിച്ച പോലെ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സാന്ത്വനം ലഭിച്ച പോലെ, അല്ലെങ്കിൽ ജീവിതത്തിന് എന്തോ ഒന്ന് നേടിയ പോലെയുള്ളൊരു അനുഭവമായിരിക്കും ഓരോ ഭക്തൻ്റെയും അനുഭവം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാനനപാത എന്നുള്ളൊരു കവിത എഴുതുവാനിടയായത്. അതിലെ 3-4 വരികൾ നിങ്ങളെ കേൾപ്പിക്കാം. ദുഷ്കരം ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും, ദുഷ്കരം ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും, ലക്ഷ്യബോധം നമ്മെ നടത്തത്തിൻ ത്വരിതപ്പെടുത്തുന്നു. ലക്ഷ്യം കാണേണ്ട പാതയിൽ അതിവേഗം മുന്നോട്ട് മനസ്സ് മന്ത്രിക്കുന്നു. സന്തോഷത്തിൻ്റെ ദുരിതാളം ദുഷ്കരം
ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും ലക്ഷ്യബോധം നമ്മെ നടത്തത്തിൻ ത്വരിതപ്പെടുത്തുന്നു. ലക്ഷ്യം കാണേണ്ട പാതയിൽ അതിവേഗം മുന്നോട്ട് മനസ്സു മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. മനസ്സു മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. ആ അനുഭവങ്ങളാണ് ഈ കവിതയ്ക്ക് ആധാരം. പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക, അതിൻ്റെ വിഷ്വൽസ് കാണുക, ആസ്വദിക്കുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ദുഷ്കരം ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും ദുഷ്കരം ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും ലക്ഷ്യബോധം നമ്മെ നടത്തത്തിൻ ത്വരിതപ്പെടുത്തുന്നു. ലക്ഷ്യബോധം നമ്മെ നടത്തത്തിൻ ത്വരിതപ്പെടുത്തുന്നു. ലക്ഷ്യം കാണേണ്ട പാതയിൽ അതിവേഗം മുന്നോട്ട് പായുമ്പോഴും ലക്ഷ്യം കാണേണ്ട പാതയിൽ അതിവേഗം മുന്നോട്ട് പായുമ്പോഴും മനസ്സു മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. മനസ്സ് മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. അളവറ്റ മോഹങ്ങളില്ലാതെ തുറന്ന പാതയിലെ മുന്നേറ്റങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുന്നു പൈതലേ. അളവറ്റ മോഹങ്ങളില്ലാതെ തുറന്ന പാതയിലെ മുന്നേറ്റങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുന്നു പൈതലേ. എങ്ങും വെളിച്ചവും ഇരുട്ടും ഒന്നു ചേർന്നു പോകുന്നു. എങ്ങും വെളിച്ചവും ഇരുട്ടും ഒന്നു ചേർന്ന് പോകുന്നു. ശരീരത്തിൽ ഞരമ്പുകൾ ത്രസിക്കുന്നു ഊർജപരിവേശത്താൽ. ശരീരത്തിൽ ഞരമ്പുകൾ ത്രസിക്കുന്നു ഊർജപരിവേശത്താൽ. അങ്ങകലെ കേൾക്കുന്ന ഓങ്കാരധ്വനികൾ കാതിൽ നിപതിക്കുന്നു. അങ്ങകലെ കേൾക്കുന്ന ഓങ്കാരധ്വനികൾ കാതിൽ നിപതിക്കുന്നു. അങ്ങകലെ കേൾക്കുന്ന ഓങ്കാരധ്വനികൾ കാതിൽ നിപതിക്കുന്നു. വശ്യമോഹനമീ അനുഭവങ്ങൾ. വശ്യമോഹനമീ അനുഭവങ്ങൾ. വശ്യമോഹനമീ അനുഭവങ്ങൾ മനസ്സിൽ നവതന്ത്രികൾ സൃഷ്ടിക്കുന്നു. വർണ്ണനാതീതമീ മനസ്സിന്റെ താളമേളങ്ങൾ. വർണ്ണനാതീതമീ മനസ്സിന്റെ താളമേളങ്ങൾ. തെളിമചൊരിയും ശരീരത്തിൻ രസതന്ത്രങ്ങൾ. തെളിമചൊരിയും ശരീരത്തിൻ രസതന്ത്രങ്ങൾ. എന്തേ പറയേണ്ടു ഈ തോന്നലുകൾ എന്നറിയാവതല്ല ഈ നിമിഷത്തിൽ. എന്തേ പറയേണ്ടു ഈ തോന്നലുകൾ എന്നറിയാവതല്ല ഈ നിമിഷത്തിൽ. ദുഷ്കരം ദുർഘടമീ പാതയെന്ന് മന്ത്രിക്കുമ്പോഴും ലക്ഷ്യബോധം നമ്മെ നടത്തത്തിൻ ത്വരിതപ്പെടുത്തുന്നു. ലക്ഷ്യം കാണേണ്ട പാതയിൽ അതിവേഗം മുന്നോട്ട് പായുമ്പോഴും മനസ്സു മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. മനസ്സു മന്ത്രിക്കുന്നു സന്തോഷത്തിൻ്റെ ദ്രുതിതാളം. അളവറ്റ മോഹങ്ങളില്ലാതെ തുറന്ന പാതയിലെ മുന്നേറ്റങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുന്നു പൈതലേ. അളവറ്റ മോഹങ്ങളില്ലാതെ തുറന്ന പാതയിലെ മുന്നേറ്റങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുന്നു പൈതലേ. എങ്ങും വെളിച്ചവും ഇരുട്ടും ഒന്നു ചേർന്നു പോകുന്നു. ശരീരത്തിൽ ഞരമ്പുകൾ ത്രസിക്കുന്നു ഊർജപരിവേഷത്താൽ. അങ്ങകലെ കേൾക്കുന്ന ഓങ്കാരധ്വനികൾ കാതിൽ നിപതിക്കുന്നു. അങ്ങകലെ കേൾക്കുന്ന ഓങ്കാരധ്വനികൾ കാതിൽ നിപതിക്കുന്നു. വശ്യമോഹനമീ അനുഭവങ്ങൾ. വശ്യമോഹനമീ അനുഭവങ്ങൾ മനസ്സിൽ നവതന്ത്രികൾ സൃഷ്ടിക്കുന്നു.
വർണ്ണനാതീതമീ മനസ്സിന്റെ താളമേളങ്ങൾ, വർണ്ണനാതീതമീ മനസ്സിന്റെ താളമേളങ്ങൾ, തെളിമചൊരിയും ശരീരത്തിന്റെ സ്വതന്ത്രങ്ങൾ, തെളിമചൊരിയും ശരീരത്തിന്റെ സ്വതന്ത്രങ്ങൾ. എന്തേ പറയേണ്ടു ഈ തോന്നലുകൾ എന്നറിയാവതല്ല ഈ നിമിഷത്തിൽ. എന്തേ പറയേണ്ടു ഈ തോന്നലുകൾ എന്നറിയാവതല്ല ഈ നിമിഷത്തിൽ, എന്നറിയാവതല്ല ഈ നിമിഷത്തിൽ.